വാ മക്കളെ. അയ്യോ മോളുടെ കയ്യാണല്ല ചെന്ന് നോക്കിയേ. ഇതെന്തു പറ്റി? വസന്തരോഗം പിടിപെട്ട കോഴികളെ പോലെ. ഒന്ന് വേഗം നടന്നേ. ഹോ, വീട്ടിൽ ചെന്നിട്ട് വേണം വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ. പിള്ളേരല്ലേ, മേളവും പൂരവും കഴിഞ്ഞ പറമ്പ് പോലെ അവരുടെ മനസ്സ്. 3-4 ദിവസം എടുക്കുന്നു നേരെ ആവാൻ. അപ്പോഴേക്കും അടുത്ത മാസം 1-ാം തീയതി ആവുമല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞു. അടുത്ത മാസം മലയാള മാസം 1-ാം തീയതി വീണ്ടും കൂട്ടി. നന്ദിയില്ലാത്ത പട്ടികളെ മക്കളെ. അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? നീ നന്ദിയില്ലാത്ത പട്ടിയാണെന്ന്. ഇനി എന്നാ അങ്കിളെ നമ്മളാ ബംഗ്ലാവിലേക്ക് പോവാ? മക്കളെ, നമ്മൾ അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല. പല്ല് മുറിയെ എല്ലെടുക്കണം, എല്ല് മുറിയെ പണിയെടുക്കണം, അധ്വാനിയാവണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ മുതലാളിക്ക് ആ ബംഗ്ലാവ് എന്റെ പേരിലേക്ക് എഴുതി തന്നൂടെ? അല്ലേ മോളെ? ആരോട് പറയും? എന്താ വീട്! എന്റെ തിരുപ്പതി എഴിമല വെങ്കടേശ രക്ഷിക്കണം. ആ കസേരയിലിരിക്കണ്ട, എന്റെ കാല് വെപ്പാ. ഇത് തന്നെ അവിടുത്തെ പ്രശ്നം. സെക്കൻഡ് ഹാൻഡ് വഴിക്ക് എന്ത് കിട്ടിയാലും വാങ്ങിച്ചു കൂട്ടിക്കോളും. ഒക്കെ ഹാൻഡിക്യാപ്ഡ്. വൃത്തിയോട് പറയുന്നോടാ, വൃത്തിയോട്ടവനെ. നിന്നെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്ന ഇതുപോലത്തെ വായിക്കൊള്ളാത്ത വർത്താനം പറയാനാണ്. ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ അംഗവൈകല്യം. ഓ, അങ്ങനെ. ശരിയാ. നമ്മുടെ മനസ്സും സ്വപ്നം പോലെ ഇതുങ്ങളും വികലാംഗര. നിന്നോട് പലവണ പറഞ്ഞില്ലേ കസേരം ഇരിക്കരുത്? നിനക്ക് വേറെ എവിടെയെങ്കിലും കെട്ടിയെടുത്തു. ആ ബംഗ്ലാവിലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. അടുത്ത ജന്മെങ്കിലും നമ്മൾ അവിടെ ജനിച്ചാൽ മതിയായിരുന്നു. മോളെ, തലയിണ മറന്ന് എന്നെ തേക്കരുത്. ഈശ്വര, കേട്ടില്ലേ തിരുപ്പതി ഭവനെ അവരുടെ ദുഃഖം? ഇവർക്ക് വേണ്ടി എന്നെ മാസത്തിൽ ഒരിക്കലെ കോടീശ്വരനാക്കാതെ ഈ ജന്മം മുഴുവൻ കോടീശ്വരനാക്കാനുള്ള യോഗം അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തന്ന ഞാൻ അങ്ങേക്ക് വേണ്ടി അവന്റെ തല മൊട്ടയടിപ്പിച്ചേക്കാം. 3 തവണ ഞാൻ മൊട്ടയടിച്ചു. ഇനി എന്നെ കിട്ടില്ല. മോളെ നീ ഇല്ല അങ്കിൾ, ഇനി ഒരു ബലിയാടാവാൻ എന്നെ കിട്ടില്ല. ഞാനും 2 തവണയായി. പെട്ടെന്ന് അങ്കിളിന് ഒരു അത്യാവശ്യം വന്നാ മോട്ട തല പോയിട്ട് എന്റെ തിരുപ്പതി ഭവനെ മൊട്ടക്കൊക്കെ എന്താ വില? പ്ലീസ് എന്നോട് ചോദിക്കരുത്, ഞാൻ തരില്ല.